വർക്ക് പ്ലേസ് ലീഗൽ ഡ്രാമ എന്ന് പറയുന്ന ജേണലിൽ വന്ന എല്ലാ ആഴ്ചയും 2 എപ്പിസോഡ് വെച്ച് റിലീസ് ചെയ്യുന്ന ഒരു കൊറിയൻ വെബ് സീരീസ് ആണ് ഈ ഒരു ബിയോണ്ട് ദ ബാർ എസ്കോയേഴ്സ് ലോയേഴ്സ് ഡ്രീം ഓഫ് ബിക്കമിങ് ലോയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. ടോണിയുടെ അണ്ടറിൽ വരുന്ന ഇന്റേൺസിന്റെ കഥയാണ്. ആ ഒരു ഇന്റേൺസിൽ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. ആ ഒരു പെൺകുട്ടിയും ഈ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റോർണിയും തമ്മിലുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ബിയോണ്ട് ദ ബാർ എന്ന് പറയുന്ന ഈ ഒരു സീരീസിന്റെ. പുതിയതായിട്ടുള്ള അറ്റോർണിയുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഇന്റേൺസിന്റെ പേഴ്സണൽ ലൈഫ് അങ്ങനെയുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്നും ഈ ഒരു സിനിമ പറയുന്നുണ്ട്. സോ മൾട്ടിപ്പിൾ ലെയേഴ്സിൽ പോകുന്ന ഒരു സീരീസ് ആണിത്. ഒരു പെയിന്റിങ്ങിനെ ബേസ് ചെയ്തുള്ള ഒരു കേസാണ്. ആ ഒരു പെയിന്റിംഗ് ശരിക്കും ചെയ്തത് ആരാ ചെയ്തത്, ഡ്യൂപ്ലിക്കേറ്റ് ആരാ ചെയ്തത്? പെൺകുട്ടി. ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറാണ് വൈറ്റൽ ആയിട്ടുള്ള 6ാമത്തെ എപ്പിസോഡിൽ. സോ ആ 6ാമത്തെ എപ്പിസോഡിലുള്ള ഈ ഒരു കഥാപാത്രം തന്നെ പ്രേമിച്ച് വഞ്ചിച്ചു എന്നുള്ളൊരു കുറ്റം ആരോപിച്ച് സൂ ചെയ്യുന്നു ഒരു ചെറുപ്പക്കാരനെ. ആ ഒരു ചെറുപ്പക്കാരൻ ഒരു പ്ലേ ബോയ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ സിഇഒ ഒക്കെയാണ്. മാനേജ്മെന്റ് മാറുന്നത്. സോ അങ്ങനെ ആ ഒരു ഫോക്കസിൽ കൂടി ഈ ഒരു സീരീസ് പോകുന്നുണ്ട്. കാരണം അതിലെ പൊളിറ്റിക്സ് പറയണം. സോ അങ്ങനെയുള്ള രീതി നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലെ പൊളിറ്റിക്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ ഒരു വർക്ക് പ്ലേസ് ലീഗൽ ഡ്രാമ എന്ന് പറയുന്ന ജേർണലിനോട് 100% നീതി പുലർത്തുന്ന പീസാണ് ഈ ഒരു ബിയോണ്ട് ദ ബാർ എസ്കോയേഴ്സ് ലോയേഴ്സ് ഡ്രീം ഓഫ് ബിക്കമിങ് ലോയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. വെബ് സീരീസ് എപ്പോഴും നമുക്കറിയാം വളരെയധികം ഗംഭീര നറേഷനും പുതിയതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒരു സീരീസും സിനിമകളും ഒക്കെയാണ് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നത്. ഇവിടെയും ആ ഒരു പതിവ് തെറ്റിക്കുന്നില്ല.